നമസ്കാരം, ഇത് ഐബിൻ മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീടിനോട് ചേർന്ന സ്റ്റോർ മുറിയിൽ നോട്ടുകെട്ട് കണ്ടെത്തിയ രാത്രിയിൽ തുടർ നടപടികൾക്ക് അനുവദിക്കാതെ പോലീസിനെ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മടക്കി അയച്ചെന്ന് സൂചന. വീട്ടിലെ തീപിടുത്തമറിഞ്ഞ് സഫ്ദർജംഗിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പുറമെ 5 അംഗ പോലീസ് സംഘവും എത്തിയിരുന്നു. രാവിലെ വന്നാൽ മതിയെന്ന് നിർദ്ദേശിച്ചതോടെയാണ് PA പോലീസിനെ പറഞ്ഞുവിട്ടത്. അപ്പോഴേക്കും കണ്ടെത്തിയിരുന്ന നോട്ടുകെട്ടുകളുടെ വീഡിയോ പോലീസ് പകർത്തിയിരുന്നു. ഇതാണ് പിന്നീട് ചീഫ് ജസ്റ്റിസിനും മറ്റും നൽകിയത്. സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് വർമ്മയും ഭാര്യയും ഭോപ്പാലിലായിരുന്നു. പിറ്റേന്ന് രാവിലെ ചെന്നപ്പോഴും പിന്നീട് വരൂ എന്നാണ് പറഞ്ഞതെന്നും പോലീസ് സൂചിപ്പിക്കുന്നു. ഇതിനിടെ തീപിടിച്ചതടക്കമുള്ള നോട്ടുകെട്ടുകൾ പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടിരുന്നു. ജഡ്ജിയുടെ ജീവനക്കാരുടെ അറിവോടെയാണോ പണം മാറ്റിയതെന്ന സംശയം മൂലം ഈ ദിശയിലേക്കും അന്വേഷണം നടക്കുന്നു. പിറ്റേന്ന് വൈകി മാത്രമാണ് സംഭവങ്ങൾ പോലീസിന്റെ തലപ്പത്ത് അറിയുന്നത്. പോലീസ് കമ്മീഷണർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വിവരമറിയിക്കാൻ 17 മണിക്കൂർ വൈകിയെന്ന വിമർശനം ഉയർന്നിരിക്കെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ ജഡ്ജിയുടെ വീട്ടിൽ പരിശോധന നടത്തി. ജസ്റ്റിസ് വർമ്മ നിയമോപദേശം തേടിയെന്നും സൂചനയുണ്ട്. പ്രമുഖ അഭിഭാഷകരായ സിദ്ധാർത്ഥ് അഗർവാൾ, മേനക ഗുരുസ്വാമി, അരുന്ധതി കാട്ജു, താര നരൂല എന്നിവർ ഇന്നലെ ജസ്റ്റിസ് വർമ്മയെ വീട്ടിലെത്തി കണ്ടു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയോഗിച്ച 3 അംഗ സമിതിയുടെ അന്വേഷണത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് അഭിഭാഷകരുമായി ജസ്റ്റിസ് വർമ്മ ചർച്ച ചെയ്തെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തര ഇടപെടലിന് സുപ്രീം കോടതി വിസമ്മതിച്ചു. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഹർജി നൽകിയ അഡ്വക്കേറ്റ് മാത്യു ജെ നെടുമ്പാറ ആവശ്യപ്പെട്ടെങ്കിലും സോറി എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പ്രതികരണം. നടപടിക്രമം പാലിക്കാനും കേസിന്റെ അടിയന്തര പ്രാധാന്യം അറിയിച്ച് ഇമെയിൽ അയക്കാനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അന്വേഷണ ഏജൻസികൾ പിന്നാലെ എത്തുമായിരുന്നുവെന്നും ജഡ്ജിയും സാധാരണക്കാരനും തമ്മിൽ വ്യത്യാസം എന്താണെന്നും മറ്റൊരു ഹർജിക്കാരായ ഹോമാലി സുരേഷ് കുറിനെ ചോദിച്ചു. രജിസ്റ്റർ പരിശോധിക്കാനായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം.